നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലും മേഖലയിലെ സൈനിക ആധിപത്യം ഉറപ്പിക്കാൻ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി അയച്ചിരിക്കുകയാണ് അമേരിക്ക. അത്യാധുനിക USS ജോർജ് H.W. ബുഷ് ആണ് മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുന്നത്. ഇതിനു പുറമെ മിസൈൽ നശീകരണ കപ്പലുകളായ USS ഡൊണാൾഡ് കുക്ക്, USS മേസൺ എന്നിവയും അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ ഭാഗമാകും. 80ഓളം യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള നിമിറ്റ്സ് ക്ലാസ് കപ്പലിന്റെ വരവ് മേഖലയിൽ ശക്തി സന്തുലനത്തെ നിർണായകമാക്കുകയാണ്. സംഘർഷം ഒരു മാസം പിന്നിടുമ്പോൾ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1464 ഉയരുന്നു. മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇക്കാര്യം. ഇതിൽ 217 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. യമനിൽ നിന്നും ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായും ഇറാനെതിരെ യുദ്ധം തുടർന്നാൽ നേരിട്ട് ഇടപെടുമെന്ന ഹൂത്തി വിമതരുടെ മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. ടെഹ്റാൻ യൂണിവേഴ്സിറ്റിക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയപ്പോൾ ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ടെൽ അവീവിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഇറാനിൽ ആഴ്ചകൾ നീളുന്ന കരസേനാ നീക്കത്തിന് അമേരിക്ക ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. അമേരിക്കൻ മാധ്യമമായ ദി വാഷിംഗ്ടൺ പോസ്റ്റ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പൂർണ്ണമായ സൈനിക നീക്കം ആയിരിക്കില്ലെന്ന്, പ്രത്യേക സേനാ വിഭാഗങ്ങളെ ഉപയോഗിച്ചുള്ള ആക്രമണമായിരിക്കുമെന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത്. എന്തായാലും ദ്വീപിലും ഹോർമോസ് കടലിടുക്കിലും സൈനിക നീക്കം നടത്താനാണ് നേരത്തെ ലക്ഷ്യമിട്ടിരുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പെന്റഗൺ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകുമോ എന്ന കാര്യം വ്യക്തമല്ല. പ്രദേശത്ത് കൂടുതൽ സൈനികരെ USS വിന്യസിച്ചു. യുദ്ധം മുറുകുമ്പോഴും സമാധാനത്തിനായുള്ള സാധ്യതകൾ അമേരിക്കൻ ഭരണകൂടം ഒരിക്കലും തള്ളിക്കളയുന്നില്ല. ഇറാനുമായി ഈ ആഴ്ച തന്നെ ചർച്ചകൾ നടക്കുമെന്നാണ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചത്. അമേരിക്ക മുന്നോട്ട് വെച്ച 15 ഇന നിബന്ധനകൾ ഇറാന്റെ നിലപാടാണ് ഇപ്പോൾ നിർണായകം. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് കനത്ത പ്രഹരം നൽകി ഇറാന്റെ വമ്പൻ ആക്രമണമാണ് അതേസമയം ഗൾഫ് താവളങ്ങൾ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ 84ാമത് തരംഗത്തിന്റെ തുടർച്ചയായാണ് അൽ ഷുവൈ തുറമുഖവും ദുബായ് ബീച്ചുകളിലും കൃത്യമായ ആക്രമണങ്ങൾ നടത്തിയതായി അതായത് ഇറാന്റെ IRGC നാവികസേനയെ ഉദ്ധരിച്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുദ്ധമുഖത്തെ വിഷാദ രോഗികളായ അമേരിക്കൻ സൈനികരെയും അവരുടെ തന്ത്രപരമായ ഉപകരണങ്ങളെയും ആക്രമിച്ചത് ലക്ഷ്യം കണ്ടു എന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ പബ്ലിക് റിലേഷൻ ഓഫീസ് വ്യക്തമാക്കിയത്. ബാലിസ്റ്റിക് മിസൈലുകളും ഖാദർ 318 ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ഈ ഓപ്പറേഷനിൽ അൽ ഷുവൈ തുറമുഖം, 6 അമേരിക്കൻ ലാൻഡിംഗ്, 1 ക്രാഫ്റ്റ് യൂട്ടിലിറ്റി ആക്രമിക്കപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഫീൽഡ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ യുദ്ധക്കപ്പലുകൾ 3 ഇടിച്ചിട്ടതിനു ശേഷം കടലിൽ മുങ്ങിയെന്നും ബാക്കിയുള്ളവ കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇറാന്റെ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം തന്നെ ബീച്ചിലെ ഈ അമേരിക്കൻ ഡ്രോണുകൾ യൂണിറ്റിലെ സൈനികരുടെ ഒത്തുചേരൽ കേന്ദ്രങ്ങൾക്കും ദുബായ് അവർ താമസിക്കുന്ന ഒരു ഹോട്ടലിന് നേരെയും ചാവേർ ഡ്രോണുകൾ ഉപയോഗിച്ച് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയെന്നും ഈ കേന്ദ്രങ്ങൾ കൃത്യമായി ആക്രമിച്ചതായും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കുന്നു. ഈ ഓപ്പറേഷൻ തന്ത്രപരമായ കപ്പലുകൾ മുക്കിയതിനു പുറമെ ധാരാളം അമേരിക്കൻ സൈനികരും കൊല്ലപ്പെട്ടു എന്നാണ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഇറാനുമായി യുദ്ധം ആരംഭിച്ച ശേഷം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന വലിയ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. 10 വർഷം യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്നാണ് ഇറാൻ സൈന്യം പരസ്യം വ്യക്തമാക്കിയത്. അമേരിക്കൻ സൈനികരെ സംബന്ധിച്ച് ഇത് സംഘടിപ്പിക്കുന്ന ഒരു പ്രതികരണം തന്നെയായിരുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന് എതിരെയും അമേരിക്കയുമായും ഇസ്രയേലുമായും മറ്റു രാജ്യങ്ങൾ സഖ്യങ്ങൾ ചേർന്നാൽ ഇറാനെതിരെ ആക്രമണത്തിനായി അമേരിക്കയും ഇസ്രയേലും ചെങ്കടൽ ഉപയോഗിക്കാൻ തുനിഞ്ഞാലും ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഹൂത്തികൾ കൂടി യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയാൽ ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതവും സ്തംഭിക്കാനാണ് സാധ്യത.